നമസ്കാരം, എൻ്റെ പേര് അഖിലാർ കൃഷ്ണ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇൻസൈറ്റ് നായർസ് ഹോസ്പിറ്റൽ കൊച്ചി. കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു എക്സിബിഷനിസം എന്ന് പറയുന്നത്. ഇത് അടി കിട്ടേണ്ട കാര്യമാണോ അതോ ചികിത്സ നേടേണ്ട കാര്യമാണോ എന്നുള്ള രീതിയിലൊക്കെ ഗൗരവപരമായിട്ടുള്ള ഡിസ്കഷൻസ് തന്നെ നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ നടന്നിട്ടുണ്ടായിരുന്നു. എക്സിബിഷനിസം എന്ന് പറയുന്നത് പാരാഫിലിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മാനസിക രോഗമാണ്. എക്സിബിഷനിസം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗിക അവയവം മറ്റൊരാളെ പ്രദർശിപ്പിക്കുന്നത് വഴി മാത്രമാണ് രതിമൂർച്ചയിൽ എത്താൻ കഴിയുന്നത്. മറ്റൊരാളെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ റിയാക്ഷൻ, അത് ആശ്ചര്യമായിരിക്കാം, ഭയമായിരിക്കാം, ഞെട്ടലായിരിക്കാം, ഇതെന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ സെക്ഷൽ എറൗസൽ ഉണ്ടാവുക എന്നതാണ്. ഇത് ഭൂരിഭാഗവും കാണുന്നത് പുരുഷന്മാരിലായതുകൊണ്ട് തന്നെ ഇരയാക്കപ്പെടുന്നത് മിക്കവാറും സ്ത്രീകളോ കുട്ടികളോ ആയിരിക്കും. നമ്മുടെയൊക്കെ വനിതാ ഹോസ്റ്റലുകൾ, കോളേജുകൾ, പള്ളി, അതുപോലെ സ്ത്രീകൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ ഒളിഞ്ഞു പതിഞ്ഞു മാറിയിരിക്കുന്ന കൂട്ടക്കാരാണ് ഇത്തരക്കാരായിട്ടുള്ളത്. ഒരു 20 മുതൽ 50% വരെയുള്ള ഇത്തരം കൂട്ടക്കാരെയൊക്കെ മിക്കവാറും പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിനൊരു ചികിത്സ അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളോ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ സഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് സീക്കാൻ വേണ്ടിയിട്ട് മടിക്കേണ്ട ഒരാവശ്യമില്ല. താങ്ക് യു.